ഹലോ ഗായ്സ്, നമുക്കിന്ന് ഫെറിയിൽ ചാലിയം തൊട്ട് ബേപ്പൂർ വരെ ഒന്ന് ട്രാവൽ ചെയ്താലോ? രാവിലെ 7 മണി തൊട്ട് ഈവനിങ് 6:30 വരെ സർവീസ് ഉണ്ട്. അപ്പോൾ 2 പേർക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ആകെ 20 രൂപയേ വരുന്നുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഫെറിയിൽ പോകാൻ പോകുന്നത്. ദൂരെ കാണുന്നതൊക്കെ ബേപ്പൂർ പോർട്ടിൽ വന്നിട്ടുള്ള ഷിപ്സാണ്. അതേപോലെ തന്നെ ബേപ്പൂർ ബീച്ചിലും ചാലിയം ബീച്ചും കൂടെ കണക്ട് ചെയ്ത് കുറേ ബോട്ടിംഗ് സർവീസസും ഉണ്ട്. ഈ ദൂരെ കാണുന്നത് ഒരു ഹൗസ് ബോട്ടാണ്. ഈ കാണുന്നതെല്ലാം അവിടെ വന്നിട്ടുള്ള ഷിപ്സാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തേക്കാണ് ഫെറിയിൽ പോകാൻ പോകുന്നത്. ഫെറി തിരിച്ചെത്താൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പോയതാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ! നമ്മൾ ദൂരെ കാണുന്ന ബേപ്പൂർ ബീച്ചാണ്. കുറച്ച് നേരം ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴേക്കും എൻ്റെ ഫെറി ബേപ്പൂരിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ഫെറിയിലാണ് നമ്മൾ ബേപ്പൂരേക്ക് പോകാൻ പോകുന്നത്. ആകെ ഒരു ഫെറിയെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ സർവീസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ടൈമും കുറച്ച് കൂടുതലാണ്. ആളുകളെല്ലാം ഇറങ്ങി ഓടുന്നുണ്ട് അതിനകത്തുനിന്ന്. പിന്നെ ഒരു കാര്യം, നമ്മൾ കാർ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ റിവേഴ്സിലാണ് കയറ്റേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തിയാൽ ഇറക്കി എടുക്കാൻ ഈസിയാണ്. ഞാൻ കയറിയ ഉടനെ നല്ലൊരു സ്പോട്ടിൽ കയറി നിന്നു. നമ്മൾ ഈ കാണുന്ന ബേപ്പൂർ ബീച്ചാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നപ്പോഴേക്കും വണ്ടികളൊക്കെ വന്നോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. എല്ലാ വണ്ടികളും ഫുള്ളി പാക്ഡായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫെറി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 5 മിനിറ്റ് എടുക്കുള്ളൂ നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് പോകാനായിട്ട്. നമ്മൾ കയറിയ ചാലിയം ഭാഗമാണിത്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഷിപ്സ് എല്ലാം. ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടികളെല്ലാം ഇറക്കിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറുകൾക്ക് റിവേഴ്സിൽ കയറ്റി കഴിഞ്ഞാൽ ഇറക്കാൻ എളുപ്പമാണ്. ഇതാണ് ബേപ്പൂർ ബീച്ച്. ഇവിടെ നല്ല ക്ലീനാണ്. ഇപ്പം നല്ല ചേഞ്ചസും വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പോഴും ബേപ്പൂർ വാട്ടർ ഫെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്യാറ്. ഞാൻ വന്നപ്പോൾ നല്ല വെതറായിരുന്നു. അതായത് വെയിലും ഇല്ല മഴയില്ല, പക്ഷെ ക്ലൗഡ്സൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. വേവ്സൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പോയില്ല. ഇവിടെ നിന്നുള്ള വ്യൂ എന്തൊരു ബ്യൂട്ടിഫുള്ളാണല്ലേ! ഈ വ്യൂവിലേക്ക് നോക്കി അവിടെ അങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. കുറച്ച് നേരം ഞാൻ ആ വ്യൂ ഒക്കെ കണ്ടു. കുട്ടികളുള്ളവരൊക്കെ ശ്രദ്ധിക്കണം, ഇത് നല്ല ഡേഞ്ചറസ് ആണ്. കാരണം അവിടെ പ്രത്യേകിച്ചൊരു വാളൊന്നും ഞാൻ കണ്ടില്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീണ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് മാത്രം അങ്ങോട്ട് പോവുക. ഫ്രണ്ട്സിൻ്റെയും ഫാമിലീൻ്റെയും ഒക്കെ ഒപ്പം ഇങ്ങനെ പോയി കുറച്ച് നേരം ആ വ്യൂവും കണ്ടിരിക്കുകയാണെങ്കിൽ നല്ല റിലീഫായിരിക്കും, നല്ല റിലാക്സിങ്ങും ആയിരിക്കും. ഈ ബീച്ചിൽ തന്നെ ഒരു സ്കൈ വാക്ക് ഉണ്ട്. അതൊരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസും ഉണ്ട്. അതിൻ്റെ എൻഡിലായിട്ടൊരു ഡോൾഫിൻ പോയിൻ്റും ഉണ്ട്. പണ്ടൊക്കെ ഞാൻ ഡോൾഫിനെ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ വരെ നടന്നില്ല, കാരണം അത്രയും ദൂരം നടക്കുന്നത് കുറച്ച് റിസ്ക്കി ആയിരുന്നു.